അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നല്ലേ, ഹെയർ കെയർ ആണ്. കോക്കനട്ട് ഓയിലാട്ടോ ഞാൻ എടുത്തത്. കറ്റാർവാഴ, കുറച്ച് ഉലുവയും. ഉലുവ ഒന്ന് ചതച്ചിട്ട് അതിലേക്ക് ഇടുവാണെങ്കിൽ പെട്ടെന്നായിക്കിട്ടേ. ഇതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് നമ്മൾ എടുത്തില്ല. അത് മൊത്തം വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും കേട്ടോ. ഉലുവ പൊടിച്ചെടുക്കാൻ ഇച്ചിരി പണിയുണ്ട്. അലോവേരയുടെ ജെല്ലെടുക്കലൊരു പണിയാട്ടോ. ഇച്ചിരി ക്ഷമയൊക്കെ വേണം. ഇത് ജെല്ലിൻ്റെ ഒരു കറയുണ്ട് കേട്ടോ, മഞ്ഞ കറ. അപ്പോൾ അലോവേര കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കുമല്ലോ അല്ലേ. കട്ട് ചെയ്ത് കുറേ സമയം ഇങ്ങനെ ചെരിച്ച് വെച്ചതിന് ശേഷം വേണം അതിൻ്റെ ജെല്ലെടുക്കാൻ കേട്ടോ. ഇത് കഞ്ഞിവെള്ളം കേട്ടോ, സാധാ നമ്മുടെ ചുവന്നരിയുടെ കഞ്ഞിവെള്ളം. അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഉലുവയും ഇട്ടൊരു 10 മിനിറ്റോളം തിളയ്ക്കണം കേട്ടോ. ഇപ്പോൾ നല്ലോണം തിളച്ചിട്ട് ഒരു 10 മിനിറ്റോളം തിളച്ചു. ഇനിയിപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വെക്കാവേ. നമ്മൾ തിളപ്പിച്ച് വെച്ചത് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അരിച്ചെന്നെടുക്കുക. ഇത് മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കുകയാണെങ്കിൽ എളുപ്പമുണ്ടാകും കേട്ടോ. ഞാനിത് പൊടിക്കാതെ ചതച്ചിട്ടതുകൊണ്ടാണ്. ഇത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോക്കനട്ട് ഓയിലാണ്. അതിലേക്കൊരു 2 തുള്ളി ഷാമ്പുവും കൂടെ. ഏത് ഷാമ്പു ആണ് വേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ഷാമ്പു ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് വല്ലാതെ മുടി പാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഷാമ്പു എല്ലാം കൂടി ആകുമ്പോൾ ചെയ്ത് നോക്കാവേ. മുടിയിൽ തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഈ പാത്രങ്ങളെല്ലാം ഇതിന് തന്നെ മാത്രമായിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ. അതിന് അടുക്കളയിലുള്ള സ്പൂണെല്ലാം എടുത്തെന്ന് വിചാരിക്കരുത്.
ഒരു അരമണിക്കൂർ ഇത് കെട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ കുളിക്കാവേ. അപ്പോൾ ഇതാട്ടോ ഫൈനൽ ലുക്ക്.